മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, ദുഷ്ടരിൽ നിന്നിവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ പിതാവായ ദൈവത്തിനു മുമ്പിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരിൽ പരിശുദ്ധാത്മാവിനെ സഹായകനായി നൽകണമെന്ന്. അതിനുശേഷം ഇവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണ്ട, ഇവരെ ദുഷ്ടരിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ തുടരേണ്ടവരാണ് ശിഷ്യര്. അത് ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടർ ഇവരുടെ ജീവിതത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ കാത്തുകൊള്ളണം. അതിന് പരിശുദ്ധാത്മാവിനെ ഇവർക്ക് നൽകണം. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ, ലോകത്തിൽ പ്രവർത്തിക്കുന്നവരാ. ദുഷ്ടര് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അധ്വാനങ്ങളെ നശിപ്പിക്കാനായിട്ട് കടന്നു വരും. പിശാച്, ദുഷ്ടനായ പിശാച് നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായിരിക്കുന്നതിൽ അസൂയ പൂണ്ട് നമ്മെ ദൈവമക്കൾ എന്ന സ്ഥാനത്ത് നിന്നും അകറ്റുന്നതിന് വേണ്ടി അവന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ പിശാച് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോ അവന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനെ വെല്ലുന്ന ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്. ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില ബന്ധനങ്ങളാ ജീവിതത്തിൽ നിന്ന്. കുടുംബത്തിൽ ബന്ധനങ്ങളാച്ചാ, കൂടോത്രം, മന്ത്രവാദം, പിശാചിന്റെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങള്, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങള്, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ നമ്മളൊക്കെ വലയുന്നവരാണ്. അത് നമ്മൾ ഓരോരുത്തരും അതിന്റെ സങ്കടത്തിൽ ജീവിക്കുന്നവരാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങള്. ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളില് നമ്മൾ പറയും വീടിരിക്കുന്നതിന്റെ പ്രശ്നമാണ്, കന്നിമൂല, അല്ലെങ്കിൽ പിശാചിന് വേറെയുള്ള പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർ കൂടോത്രം ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നു, ദുഷ്ടരിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം ഒരു സഹായകനെ തന്നിട്ടുണ്ട്. ആ സഹായകൻ പരിശുദ്ധാത്മാവാണ്. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു തിന്മയ്ക്കും ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പിശാചാണ്, കന്നിമൂലയാണ്, അതുകൊണ്ട് അതാണ് പ്രശ്നം, വീട് പൊളിക്കുന്നു, വാതിൽ പൊളിക്കുന്നു, മൊത്തം പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള വഴികളിലേക്ക് നമ്മൾ പോകരുത്. ഇങ്ങനെയുള്ള വഴികളിലേക്ക് നമ്മൾ പോകരുത്. അത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവാത്. പ്രതിസന്ധികളെ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമെന്നാൽ ദുഷ്ടരിൽ നമ്മളെ കാത്തുകൊള്ളും. ഈ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദുഷ്ടരിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങളോ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളോ കെട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ ഒന്ന് സമർപ്പിച്ച് ആ മേഖലയില് പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച്, ദുഷ്ടരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുവാൻ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിക്കാം. നമ്മുടെ മക്കൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്ന ദുഷ്ടൻ അവരെ നശിപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്റെ മകനെ, എന്റെ മകളെ ദുഷ്ടരിൽ നിന്ന് കാത്തുകൊള്ളാൻ എന്റെ മകനിൽ വന്ന് നിറയണമേ എന്ന് ഈ ദിവസം പ്രാർത്ഥിച്ച്, ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ദുഷ്ടരിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കാത്തു സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. ആത്മാവേ ഇവരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയണമേ. ഇവരെ ജ്വലിപ്പിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ദുഷ്ടരിൽ നിന്ന് കാത്തുകൊള്ളുവാൻ ഇവരിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.